സിജോ വർഗീസ് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. സിജോ, രാവിലെ മുതൽ ഈ കാട്ടാനയെ പുറത്തെത്തിക്കാനുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടതാണ്. ഒപ്പം തന്നെ ഒരു വശത്ത് നാട്ടുകാരുടെ പ്രതിഷേധവും അവരുടെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ഈ കാട്ടാനയെ മയക്കുവെടി വെക്കണമെന്നാണ്. അതിനുള്ള അനുമതിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ MLA പറഞ്ഞു? അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ടോ? മയക്കുവെടി വെച്ച് പിടികൂടി ഇവിടെ നിന്ന് മാറ്റണം എന്നുള്ള ആവശ്യത്തിൽ നിന്ന് നാട്ടുകാർ ഇതുവരെ പിന്തിരിഞ്ഞിട്ടില്ല. ഈ തീരുമാനങ്ങൾ പറയുമ്പോഴും ആ ഒരു ആവശ്യത്തിൽ ആളുകൾ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോഴും അത്തരം ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. പ്രധാനമായും അവർ ആവശ്യപ്പെടുന്നത് ഇത് തന്നെയാണ്. ആനയെ പിടികൂടി മയക്കുവെടി വെച്ച് പിടികൂടി മാറ്റും എന്ന കാര്യത്തിൽ ഒരു തീരുമാനം, അന്തിമ തീരുമാനം ഉണ്ടാകണം. അത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതി കിട്ടും എന്നാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ജനപ്രതിനിധികളും അങ്ങനെ അനുമതി ലഭിച്ചാൽ ആനയെ പിടികൂടി എങ്ങോട്ടേക്ക് മാറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനവും കൂടി പറയണം എന്നാണ് ഇപ്പോൾ പ്രദേശവാസികളുടെ ആവശ്യം. ആനയെ എങ്ങോട്ട് മാറ്റണം എന്ന കാര്യത്തെ സംബന്ധിച്ച് ഇപ്പോൾ തീരുമാനം പറയാൻ ആകില്ല എന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം ആനയുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കേണ്ടതുണ്ട്. ആന ഇത്രയും ഏതാണ്ട് പുലർച്ചെ 7:00 കിണറ്റിലകപ്പെട്ട ആന ഈ സമയം വരെയും കിണറ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. കിണറിനുള്ളിൽ വെള്ളമുണ്ട്. വെള്ളം പൂർണ്ണമായും വറ്റിച്ച ശേഷം മാത്രമാണ് ആനയെ മയക്കുവെടി വെക്കാനാവൂ. അല്ലാത്ത പക്ഷം അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളം വറ്റിക്കണം. മറിച്ച് ഇപ്പോൾ നല്ല ചൂടാണ് ഉള്ളത്. കനത്ത ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മയക്കുവെടി വെക്കുക പ്രയാസമുള്ള കാര്യമാണ്. 3 മണിക്ക് ശേഷം കാലാവസ്ഥ അനുയോജ്യമാകുന്ന ഘട്ടത്തിൽ മാത്രമാണ് മയക്കുവെടി വെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനാകൂ. ഇക്കാര്യത്തിലുള്ള സാങ്കേതിക തടസ്സങ്ങൾ നീങ്ങേണ്ടതുണ്ട്. ഔദ്യോഗികമായി ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതി ലഭിക്കണം. വാക്കാൽ മാത്രമാണ് ഇപ്പോൾ അനുമതി നൽകിയിട്ടുള്ളത്. ഈ സാങ്കേതിക തടസ്സങ്ങളെല്ലാം മറികടന്ന് വേണം ഈ മയക്കുവെടി വെക്കുന്ന തരത്തിലേക്ക് പോകാൻ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കാട്ടാനയെ മയക്കുവെടി വെക്കും എന്നുള്ള തീരുമാനങ്ങളാണ് വരുന്നത്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇത്തരത്തിൽ മയക്കുവെടി വെക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ കോട്ടപ്പടി പഞ്ചായത്തിലെ 3 വാർഡുകളിൽ 24 മണിക്കൂർ നിരോധനാജ്ഞയെല്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാഹചര്യം നോക്കിയിട്ടായിരിക്കും മയക്കുവെടി എപ്പോൾ വെക്കുമെന്നുള്ള കാര്യത്തിലടക്കം തീരുമാനമുണ്ടാവുക.